ശരി, പി ആസുനിലാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ വൻ പ്രഖ്യാപനങ്ങളുമായി പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു NDA. 1 കോടി ആളുകൾക്ക് സർക്കാർ ജോലി നൽകുമെന്നും എല്ലാ ജില്ലകളിലും നൈപുണ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നുമാണ് വാഗ്ദാനം. സ്ത്രീകൾക്കായി 2 ലക്ഷം രൂപയുടെ സ്വയം തൊഴിൽ പദ്ധതിയും ആരംഭിക്കും. എല്ലാ ജില്ലകളിലും വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും വാഗ്ദാനമുണ്ട്. അതിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ എന്താണ് NDAയുടെ ഈ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനം? സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ അത് കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയുമൊക്കെ JDUവിന് ഗുണം ചെയ്തത് സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ തന്നെയാണ്. ഇപ്പോൾ പുതിയ പദ്ധതികൾ എന്താണ്? വമ്പൻ പദ്ധതികൾ തന്നെയാണ് NDA ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മാനിഫെസ്റ്റോ പുറത്തിറക്കിയ അതേ വേദിയിലാണ്. നമുക്ക് കാണാൻ കഴിയും JP നദ്ദയാണ് മാനിഫെസ്റ്റോ പുറത്തിറക്കിയത്. JP നദ്ദയ്ക്കൊപ്പം മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉണ്ടായിരുന്നു, ചിരാഗ് പസ്വാൻ LJP നേതാവ് ഉണ്ടായിരുന്നു, ജിതിൻ റാം മാഞ്ചി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാന നേതാക്കൾ എത്തിയാണ് പട്നയിൽ നിന്ന് NDAയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. മഹാസഖ്യത്തിന്റെ പ്രധാന വാഗ്ദാനം ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്നതായിരുന്നെങ്കിൽ ജോലിയിലൂന്നി യുവാക്കൾക്ക് തൊഴിൽ നൽകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം. 1 കോടി തൊഴിൽ ബീഹാറിലെ യുവാക്കൾക്കായി ഉറപ്പാക്കും എന്നതാണ് NDAയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം. മറ്റൊന്ന്, എല്ലാ ജില്ലകളിലും മെഗാ നൈപുണ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും എന്നുള്ളതാണ്. ഇതിനൊപ്പം സ്ത്രീകൾക്ക്, സ്മൃതി പറഞ്ഞതുപോലെ സ്ത്രീകൾക്കുള്ള പ്രത്യേക പദ്ധതികളുണ്ട്. ഇതിൽ 2 ലക്ഷം രൂപയുടെ സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊപ്പം സ്ത്രീകൾക്ക് സ്വയം തൊഴിലിന് വേണ്ടി മറ്റ് ചില പദ്ധതികളിലൂടെ പണം നൽകാനുള്ള തീരുമാനവും പ്രഖ്യാപനവും വാഗ്ദാനവുമുണ്ട്. ഏതായാലും മഹാസഖ്യത്തിന് പിന്നാലെ ഇനി പരസ്യ പ്രചരണത്തിന് 4-5 ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. വമ്പൻ പ്രഖ്യാപനങ്ങൾ NDA കൂടി നടത്തിയിരിക്കുന്നത്. JP നദ്ദ ഇന്ന് ബീഹാറിൽ വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വലിയൊരു ആവേശത്തിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗം മാറുകയാണ് ബീഹാറിൽ. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.